പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. പാറക്കെട്ടുകൾക്കിടയിലായിരുന്നു അവൻ്റെ താമസം. വിശന്നു വലഞ്ഞപ്പോൾ അവൻ ഒരു ദിവസം ഭക്ഷണം തേടി നാട്ടിലിറങ്ങി. എന്നാൽ എവിടെ നിന്നോ ഒരു വേട്ടനായ അവനെ പിടിക്കാനായി പാഞ്ഞടുത്തു. പേടിച്ച കുറുക്കൻ തിരിഞ്ഞോടി. ഓടി അവൻ എത്തിയത് ഒരു വീടിൻ്റെ പുറകിലായിരുന്നു. തുണികൾക്കു ചായം കൊടുക്കുന്ന ഒരു വൃദ്ധൻ്റെ വീടായിരുന്നു അത്. വീടിൻ്റെ പുറകിലായി വലിയ പാത്രങ്ങളിൽ ചായം നിറച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ കുറുക്കൻ ഒരു പാത്രത്തിനുള്ളിലേക്ക് എടുത്തു ചാടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കനെ തിരഞ്ഞ് വേട്ടനായ അവിടെ എത്തി. എന്നാൽ അവിടെയെങ്ങും കുറുക്കനെ കാണാതെ വേട്ടനായ മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറുക്കൻ പതിയെ പുറത്തിറങ്ങി. അവൻ പതിയെ കാട്ടുവഴിയിലൂടെ നടന്നു. പെട്ടെന്നതാ വേട്ടനായ പിന്നെയും മുൻപിൽ. എന്നാൽ അതിശയം തന്നെ, കുറുക്കനെ കണ്ട വേട്ടനായ പേടിച്ച് തിരിഞ്ഞോടിക്കളഞ്ഞു. കുറുക്കന് അത്ഭുതമായി. വരുന്നത് വരട്ടെ, അവൻ മുന്നിലേക്ക് തന്നെ നടന്നു. ദാഹം തോന്നിയ കുറുക്കൻ തടാകക്കരയിൽ ചെന്ന് വെള്ളം കുടിക്കാൻ നോക്കി. തെളിഞ്ഞ വെള്ളത്തിൽ തൻ്റെ നിഴൽ കണ്ട കുറുക്കൻ അമ്പരന്നു പോയി. തൻ്റെ നിറം മാറി പകരം നീല നിറമായിരിക്കുന്നു. അപ്പോഴാണ് അവന് പാത്രത്തിൽ വീണ കാര്യം ഓർമ്മ വന്നത്. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അവൻ വേഗം തന്നെ കാട്ടിലേക്ക് നടന്നു. കാട്ടിലെത്തിയ കുറുക്കൻ മൃഗങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി. ഞാൻ ഈ കാട്ടിൽ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. ഇനി മുതൽ ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം. മാത്രമല്ല എല്ലാ ദിവസവും ഓരോരുത്തരായി എനിക്ക് ഭക്ഷണം കൊണ്ട് തരികയും വേണം. ഇത്രയും പറഞ്ഞിട്ട് കുറുക്കൻ ഒരൊറ്റ നടത്തം. മറ്റു മൃഗങ്ങൾ അമ്പരന്നു നിന്നു. നീല നിറത്തിലുള്ള ജീവിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇവനെ ദൈവം പറഞ്ഞയച്ചതായിരിക്കും. അനുസരിക്കുന്നതായിരിക്കും നല്ലത്, ചെന്നായ പറഞ്ഞു. മറ്റു മൃഗങ്ങൾ തല കുലുക്കിക്കൊണ്ട് നടന്നുപോയി. പിറ്റേ ദിവസം ചെന്നായ കുറുക്കനുള്ള ഭക്ഷണവുമായി എത്തി. ദിവസവും ഓരോരുത്തരായി കുറുക്കന് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. കുറുക്കച്ചാര അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ നല്ല നിലാവുള്ള രാത്രിയിൽ ഒരു ദിവസം എല്ലാ മൃഗങ്ങളും കുറുക്കൻ്റെ ഗുഹയിൽ ഒത്തുകൂടി. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്ന് കുറുക്കന്മാർ ഓരിയിടുന്ന ഒച്ച കേട്ടു. അത് കേട്ട കുറുക്കന് തൻ്റെ ജന്മവാസന അടക്കാനായില്ല. അവനും ഓരിയിടാൻ തോന്നി. അവൻ പെട്ടെന്ന് ഗുഹയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. കാട്ടിലെ പുതിയ രാജാവ് കുറുക്കൻ കൂവുന്നത് പോലെ കൂവുന്നത് കണ്ട് മൃഗങ്ങൾ അന്താളിച്ചു പോയി. അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. അവർ ദേഷ്യത്തോടെ കുറുക്കന് നേർക്ക് പാഞ്ഞെടുത്തു. മൃഗങ്ങളെല്ലാം തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നത് കണ്ട കുറുക്കൻ ജീവനും കൊണ്ട് ഓടിപ്പോയി. പിന്നെ ഒരിക്കലും ആരും ആ കുറുക്കനെ കാട്ടിലെങ്ങും കണ്ടിട്ടേയില്ല.